കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ കെ വാസുദേവൻ, കെൽസ അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ BS സുരേഷ്, സൈക്കോളജിസ്റ്റ് കൗൺസിലർ ശ്രീമതി S ഷീന. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിരിക്കുന്ന കഥ, അത് കഥയെന്ന് തന്നെ പറയണം. ഒരേ കുടുംബത്തിൽ സന്തോഷമായി കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഈ പരാതി കസേരയിൽ വരുന്നത് വരെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തമാശ പറഞ്ഞ് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം അത്ഭുതമായി. എന്താണ് വേണ്ടത്, ഞങ്ങൾ അവരെ തങ്ങളിൽ ഒരടി ഉണ്ടാക്കിക്കണോ എന്ന് വരെ ഞങ്ങൾ ചർച്ച ചെയ്ത് പോയി. കാര്യം വേറൊന്നുമല്ല, ഭർത്താവ് കൂട്ടുകെട്ടിലൂടെ മദ്യപിക്കുന്നു, അലസനാകുന്നു, ചെലവിനുള്ള പണം പോലും വീട്ടിൽ തരാതെ കൂട്ടുകാർക്ക് മദ്യത്തിനു വേണ്ടി ചെലവാക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം. ഷിനു, നമസ്കാരം. എരുമേലി അല്ലേ? എരുമേലി. രണ്ടുപേരുടെ സ്ഥലം എരുമേലിയാണോ? അതെ. ഭർത്താവിന്റെ നിങ്ങളുടെ? എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 6 വർഷം. 6 വർഷമായി. ഷിനുവിന്റെ പഠിത്തം 10th വരെ. 10th വരെ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടിലെ അച്ഛൻ, അമ്മ മരിച്ചുപോയി, അനിയൻ, അനിയത്തി. അനിയനും അനിയത്തിയും അവരൊക്കെ കല്യാണം കഴിച്ച് സെറ്റിലായോ? അനിയത്തി കല്യാണം കഴിച്ചു, അനിയനുണ്ട്. അനിയനുണ്ടോ? ജോലി ചെയ്യുന്നു അദ്ദേഹം? ജോലി. അമ്മ അസുഖമായിട്ടാണോ മരിച്ചത്? അമ്മയ്ക്ക് ക്യാൻസർ വന്ന് മരിച്ചതാണ്. നിങ്ങളുടെ അച്ഛൻ നല്ല ഉത്തരവാദിത്തമായിട്ട് കുടുംബം നോക്കുന്ന ആളായിരുന്നു? പുള്ളിയും മദ്യപിക്കുമായിരുന്നു. അത് അച്ഛന് ഇപ്പം ഉത്തരവാദിത്വമൊന്നുമില്ല. അന്നും ഉത്തരവാദിത്വം ഇല്ലായിരുന്നു, ഇപ്പോഴും അത് തന്നെയാ. പക്ഷെ ചെലവിന് തരുമായിരുന്നു. കുടുംബത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. മദ്യപിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെ നന്നായി നോക്കത്തൊന്നുമില്ലായിരുന്നു. അതിന്റെ പോരായ്മകൾ ഇപ്പോഴും ഉണ്ട്. ആരാ ഈ കല്യാണമൊക്കെ നടത്തി തന്ന? ആരാണ്? ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചാണ്. അച്ഛനാണ് കല്യാണത്തിന് വന്നത്. ഞങ്ങൾ അമ്പലത്തിൽ കല്യാണം നടത്തി. അച്ഛൻ കൈപിടിച്ച് തരുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താ? ഭർത്താവിന്റെ പേര് രാജേഷ്. രാജേഷ്. എവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ? അമ്പലത്തിൽ വെച്ച് തന്നെ. അമ്പലത്തിൽ പോകുമ്പോ ദിവസം അമ്പലത്തിൽ പോകുമ്പോ കണ്ടു പരിചയപ്പെട്ടതാ? പരിചയപ്പെട്ടു. അങ്ങനെ എന്തുകൊണ്ടാ പിന്നെ വീട്ടുകാരെ എല്ലാരും അറിയിച്ച് അങ്ങനെ ഒരു കല്യാണം നടത്താൻ പറ്റാത്ത? എന്നെ യാദൃശ്യമായി കാണുമായിരുന്നു. അങ്ങനെ ഞാൻ 10th കഴിഞ്ഞ് പിന്നെ കുട്ടികളെ നോക്കാൻ പോവും, അമ്മമാരെ നോക്കാൻ പോവും. പിന്നെ വീട്ടിൽ അച്ഛൻ്റെ മദ്യപാനം മൂലം അവിടെയും വഴക്കായിരുന്നു. അപ്പം വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ജോലിക്കൊക്കെ പോവായിരുന്നു. ജോലിക്ക് പോയി ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ കണ്ടുമുട്ടി. അപ്പം അച്ഛൻ്റെ ഈ മദ്യപാനം മൂലം അച്ഛനും അദ്ദേഹമായിട്ട് പരിചയമായി. അങ്ങനെ എന്നെ കാണുകയും ഇടയ്ക്കിടെ എൻ്റെ വീട്ടിൽ വരികയും ഒക്കെ ചെയ്യും. അതിനും ഇവരുടെ രണ്ടുപേരുടെയും മദ്യപാനം കൊണ്ടുള്ള സൗഹൃദമാണ് അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു എന്ന് വേണം പറയാൻ. അച്ഛന്റെ ഒരു താല്പര്യവും അദ്ദേഹം കൈപിടിച്ചു തന്നു. ബാക്കി ബന്ധുക്കളൊന്നും ഒരു പങ്കെടുത്തൊന്നുമില്ല? ഇല്ല, ആരും പങ്കെടുത്തില്ല. എന്റെ ബന്ധുക്കൾ ആരും വന്നില്ല, ചേട്ടന്റെ ആരും വന്നില്ല. നിങ്ങളുടെ അനിയനും അനിയത്തിയൊക്കെ വന്നു? ഇല്ല, ആരും വന്നില്ല. അവരും വന്നില്ല? ഇല്ല. അത് ശരി. എന്നിട്ട് താമസം എവിടെ തുടങ്ങിയ കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു ചെയ്തത്. പിന്നെ അവിടെ ചെന്നപ്പോഴും പുള്ളി, എനിക്കറിയില്ല, ജോലിക്ക് പോകുകയില്ല, സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാത്ത ആളാണെന്നും എനിക്കറിയത്തില്ലായിരുന്നു. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളാണെന്നും എനിക്കറിയില്ല. മദ്യപിക്കും, സ്വാഭാവികമായി ആണുങ്ങൾ മദ്യപിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം മദ്യപിക്കുമെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. പക്ഷെ നിരന്തരമായി മദ്യപിക്കുകയും പിന്നെ കുടിച്ച് വീട്ടിൽ വരികയും ജോലിക്ക് പോകാതെ വരികയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് വിഷമമൊക്കെ വന്നത്. അപ്പോൾ എൻ്റെ അമ്മായിമ്മയായിട്ടും പല കാര്യത്തിലും വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനും അമ്മയും തമ്മിൽ. എന്തിനായിരുന്നു അത്? അത് വീട്ടിലെ ഭർത്താവ് ചെലവ് നടത്തുന്നില്ല, അമ്മയുടെ മേൽനോട്ടത്തിലാണ് വീടുകളെല്ലാം നോക്കുന്നത്. അപ്പം അമ്മ LIC ജോലിക്കാരിയാണ്. അപ്പം അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. അത് അദ്ദേഹം LIC വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ആ ജോലി അമ്മയ്ക്ക് കിട്ടി. അമ്മയാണ് വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. അമ്മ മകൻ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ആ സമയം മുതൽ അമ്മയും ഒരുപാട് ചീത്തയും കേൾക്കുന്നുണ്ട്, ഒരുപാട് അപവാദങ്ങൾ കേൾക്കുന്നുണ്ട്. അമ്മയെക്കുറിച്ച് മകൻ പറയുന്നുണ്ട്. അത് മദ്യവെച്ച് കഴിഞ്ഞ് പരിസരബോധമില്ലാത്ത സംസാരങ്ങളൊക്കെയാണ് പറയുന്നത്. അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയും. പിന്നെ ഒരു ചെറിയ കാരണം മതി വീട്ടിൽ വഴക്കുണ്ടാക്കാൻ. അത് പിന്നെ എൻ്റെ വീട്ടുകാരെയും
പുള്ളിയുടെ വീട്ടുകാരെയും അമ്മയും ഭാര്യയും എല്ലാരെയും പറയും. അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പുകളാരൊക്കെ ഉള്ള വീട്ടിലുണ്ടോ ആരെങ്കിലും? അദ്ദേഹത്തിന് ഒരു പെങ്ങളാണുള്ളത്. അത് കല്യാണം കഴിച്ചു പോയി, വേറെ പോയി. ഇപ്പം പ്രായമായ അച്ഛൻ്റെ അമ്മയുണ്ട്, 96 വയസ്സുണ്ട്. അമ്മൂമ്മയുണ്ട്. അത് അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്, ഞങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 2 പിള്ളേര്. ഒരാൾ 1 വയസ്സായതേ ഉള്ളൂ, ഒരാള് LKG പഠിക്കുന്നു. അപ്പൊ കുട്ടികളുടെ കാര്യത്തിന് പോലും ശ്രദ്ധ പുലർത്തുന്നില്ലാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വേദിയില്. മദ്യപിക്കാത്ത സമയത്ത് വലിയ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ അതുപോലെ സ്നേഹമാണ്. എവിടെ വേണേലും കൊണ്ടുപോകും. പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞാൽ ആള് മാറും. എന്താണ് ഇദ്ദേഹം മദ്യപിച്ച് കഴിയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അപവാദം, അനാവശ്യങ്ങൾ അനാവശ്യം. അത് കുടുംബത്തിലെ പെണ്ണുങ്ങളെ കുറിച്ച് പറയും. അത് മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോൾ നിങ്ങളെയും പറയും, എന്നെയും പറയും, അമ്മയും പറയും. അമ്മയെന്ന് പറഞ്ഞാൽ അയാളുടെ അമ്മ. അപ്പൊ അവിടെയാണ് അദ്ദേഹത്തിന് എന്തോ മാനസിക പ്രശ്നം. അതല്ലാതെ പിന്നെ മദ്യപിച്ചില്ലെങ്കിൽ എരുമേലി എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് ആ ഒരാള് മാത്രമേ ഉള്ളൂ പാവമായിട്ട്. അതല്ലാതെ വേറെ ഒരു ഇങ്ങേർക്ക് ഈ മദ്യം. പിന്നെ ഒരു കാര്യമുണ്ട്, മദ്യപിച്ചില്ലെങ്കിൽ പണിക്ക് പോകുകയില്ല. മദ്യപിച്ച പണിക്ക് പോകും. പണിക്ക് പോയി കിട്ടുന്ന കാശില് കോഴിയും കുറുക്കനും പുല്ലും ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞ പോലൊരു. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞ് പണിക്ക് പോയി കഴിഞ്ഞാല് കിട്ടുന്ന കാശില് 3/4 വെള്ളമടിക്കും. പിന്നെ കാൽഭാഗം കൊണ്ടുവന്ന് തരും. കയ്യിൽ തരത്തില്ല. അത് ഞാൻ വേണേ മേടിച്ചോണം, പിടിച്ചു പറിച്ച് വാങ്ങിച്ചോണം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരും. ഇല്ല, അത് പറ്റത്തില്ല. പിന്നെ ഞാൻ എൻ്റെ 2ാമത്തെ മോളാവുമ്പോഴത്തേനും ഞാൻ മദ്യപാനം നിർത്തിയായിരുന്നു. ഞാൻ ഒരിടത്ത് ഒരു ഡോക്ടറെ കണ്ട് കൂടി നിർത്തിച്ച് 1 വർഷത്തോളം പുള്ളി ആള് ഡീസൻ്റ് ആയിരുന്നു. ശരീരം കൊണ്ടായാലും നന്നായി, നല്ല ഒരു കുഴപ്പമില്ലാതെ എന്നെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. മോളുണ്ടായി 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയപടിയായി. പിന്നെ ഇന്ന് വരെ എൻ്റെ കയ്യിൽ 5 പൈസ തരാനോ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കാനോ ഒന്നും വന്നിട്ടില്ല. കുടി വീണ്ടും ഒരു 2 കൊല്ലത്തെ കുടിക്കാൻ കുറച്ചാളത്തെ കുടിച്ചില്ലെന്ന് പറഞ്ഞില്ലേ, വീണ്ടും തുടങ്ങാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങൾ ഞങ്ങളായിട്ടുണ്ട് ചെയ്തിട്ടില്ല. ഇനി വീട്ടില് പുള്ളിയുടെ തരത്തിലായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്തും വീട് നോക്കി ഭരിച്ചിരുന്നത് അമ്മയാണോ? അച്ഛനായിരുന്നു. അമ്മ ഗൾഫിലായിരുന്നു. അമ്മ ഗൾഫിൽ വന്നു. പിന്നെ കടങ്ങളൊക്കെ ഇവർക്ക് ഒരുപാടുണ്ടായിരുന്നു. അമ്മയുടെ സ്വർണങ്ങളും ഒക്കെ പണയം വെച്ചിട്ടാ കടങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അമ്മ പറയാറുണ്ട്. ഈ കടം ഉണ്ടായത് എന്തിന്റെ പേരില? ഇവരുടെ അച്ഛനും മദ്യപാനമായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരുപാട് കടങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, വസ്തുവിന്റെ പേരിലും ഒക്കെ. അപ്പൊ ആ കടങ്ങളെല്ലാം തീർത്തതും അമ്മ തന്നെയാ. അപ്പൊ അമ്മയാണ് കുടുംബത്തിലെ ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ നിന്ന്. ഞാനും അമ്മയും നല്ല പോരായ്മകളല്ലായിരുന്നു. എപ്പോഴും വഴക്കും, അമ്മയുടെ മേൽനോട്ടത്തിൽ ഒരുപാട് താഴെയായിരുന്നു ഞാൻ. അമ്മയ്ക്ക് ഒരുപാട് പരാതികളുണ്ട് എന്നെക്കുറിച്ച്. രാവിലെ എണ്ണിക്കുകയില്ല, വീട്ടുകാരും ചുവന്നേ നോക്കുകയില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പരാതികളുണ്ടായിരുന്നു. സത്യം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എണ്ണിക്കുള്ളായിരുന്നു. വീട്ടുകാരും അവിടെ വന്നേ പിന്നെ എനിക്ക് കഞ്ഞിയും കറിയും ഒന്നും വെക്കാൻ അറിയത്തില്ലായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞാണ് എല്ലാം പഠിച്ചത്. എൻ്റെ ചേട്ടനും അമ്മയാണ് എല്ലാം പറഞ്ഞു തരുകയൊക്കെ ചെയ്തത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചെയ്യുകയും പിന്നെ സഹായങ്ങൾ ഒരുപാട് ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷേ എൻ്റെ കാര്യത്തിൽ അമ്മയോ മോനോ വന്നിട്ടില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, അമ്മ വീട്ടിലെ ജോലി എപ്പോഴും തൂപ്പും തുടയും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാനാ ചെയ്യുന്നത്. ആയിക്കോട്ടെ, അമ്മയ്ക്ക് ജോലിയുണ്ടല്ലോ. ജോലിയുണ്ട്. അമ്മയുടെ ശമ്പളം വാങ്ങുന്നത്, അമ്മയുടെ കാശ് കൊണ്ടാണ് നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് എപ്പോഴും ഒരു പരാതി എന്ന് പറഞ്ഞാൽ മോൻ കുടിച്ച് വന്ന് കിടക്കുമ്പോഴത്തേനും അമ്മയുടെ പരാതി എന്ന് പറഞ്ഞാൽ എനിക്കും മക്കൾക്കും ചെലവിന് തരാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാരണം ഉണ്ട് അമ്മയ്ക്ക്. അത് ആർക്കും തോന്നുമല്ലോ. അപ്പൊ അത് ഞാൻ എപ്പോഴും ഇത് കേട്ടോണ്ടല്ലേ വീട്ടിലിരിക്കണേ. അമ്മ പറയുന്നത്, നീ ഇന്ന് പണിക്ക് പോയില്ലെങ്കിൽ ഞാൻ അവനും പിള്ളേർക്കും ചെലവിന് കൊടുക്കണ്ടേ, നീ പണിക്ക് പോകുന്നു പറയുമ്പോൾ മോൻ രാവിലെ ഇറങ്ങി ഒരൊറ്റ പോക്കാം, പിന്നെ തിരിച്ചു വരുന്ന ഒരു കോലത്തില. എന്ത് പണിക്കാരനാ? എന്ത് ജോലി? പെയിന്റിങ് പണി അറിയാം, പ്ലംബിങ് പണി അറിയാം, മേസ്ത്രി പണി അറിയാം, എല്ലാ പണി അറിയാം. പക്ഷെ പോകത്തില്ല. അല്ല, അതിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ ജസ്റ്റ് അമ്മയുടെ മോനെ സഹായിക്കുന്നതേ
അയാൾ നന്നാൻ വേണ്ടിയാണെങ്കിലോ ഈ ജോലിക്ക് പോകണം എന്ന് പറയുന്നത്? നന്നാൻ വേണ്ടിയാണ് നിങ്ങളും അമ്മായിയും തമ്മിൽ എന്താ തർക്കം? എന്താ ഞങ്ങള് ചെറിയ തോതിലൊക്കെ ഇങ്ങനെ അമ്മായിമ്മ മരുമോളുമായിട്ടുള്ള വഴക്കുകളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് എന്നെ വന്ന നാൾ മുതൽ അയിത്തമായിരുന്നു. ഞാൻ ഇഴവ അവര് KVMSകാർ എന്നുള്ള ഒരു അയിത്തമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒത്തിരി മാറിയത്. പുള്ളിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഹോം നേഴ്സിംഗിൽ നിന്ന് അങ്ങനെ ഒക്കെ നിന്നാണ് ഞാൻ അവിടെ വന്നത്. അവിടെ വന്നിട്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് എനിക്ക് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. മകൻ ചെലവിനും തരത്തില്ല. അമ്മയായിട്ട് എന്തെങ്കിലും ചോദിച്ചാലിട്ട് തരുമോ, അതുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ഈ എന്തെങ്കിലും തരുമോന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെലവിനുള്ള കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഇപ്പൊ ഡ്രസ്സ് എടുക്കാനോ പുറത്തു പോകാനോ അങ്ങനെയൊക്കെ ചോദിക്കാനോ? ഞാൻ അമ്മയോട് ഇന്ന് ഈ സമയം വരെയും 5 പൈസ പോലും ചോദിച്ചിട്ടില്ല. ഈ 6 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊരു വയ്യാഴിക വന്നപ്പോൾ 300 രൂപ തന്നു. അതിനു മുമ്പ് പിന്നെ ഈ കഴിഞ്ഞ കണ്ട് ആധാർ എടുക്കാൻ വേണ്ടി 100 രൂപ. അതല്ലാതെ ഞാൻ ഒരു 5 പൈസ പോലും ചോദിക്കാറില്ല. പിന്നെ എൻ്റെ മൂത്ത കുഞ്ഞിനെ ആദ്യത്തെ പ്രസവത്തിന് അമ്മയാണ് ചിലവ് നടത്തിയത്. അതുകൊണ്ട് ഞാൻ അമ്മയോട് ആവശ്യമില്ലാതെ ഒരു പണമോ ഒന്നിനും ആവശ്യപ്പെടുത്തില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൈസയും കാര്യങ്ങളൊന്നും തരാറില്ല? ഇല്ല. അച്ഛൻ സഹകരിക്കത്ത് പോലും ഇല്ല. അച്ഛനോട് ഞാൻ 100 രൂപ ചോദിച്ചാലും ഇല്ലെന്നേ പറയുള്ളൂ. അത്രയൊക്കെ സഹായിക്കുന്ന അമ്മായിമ്മയോട് നമ്പി വേണ്ട നിൽക്കാൻ ഒരു മരുമോള്. അതെ, അങ്ങ് ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്താ വേണ്ടത്? അമ്മായിയമ്മയും നമ്പിയും സ്നേഹിച്ച് നിൽക്കണം. അതല്ലേ വേണ്ടത്? അവര് പിണങ്ങിയാലും അവരാണ് പോയി മിണ്ടാറുള്ളത്, ഈ കുട്ടിയല്ല. അല്ല, അമ്മ എന്നോട് മിണ്ടും. പക്ഷെ ഞാൻ ആ വീട്ടില് മിണ്ടാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വഴക്കുകൾ ഒഴിവാകുന്നത്. ഞാൻ അമ്മയോട് തികച്ചും മിണ്ടാതിരിക്കും. അല്ല, എനിക്ക് മനസ്സിലായ വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ. അപ്പൊ നിങ്ങളും അമ്മായിമ്മ തമ്മിലുള്ള പ്രശ്നമാണോ നിങ്ങളുടെ ഭർത്താവിന് വീണ്ടും മദ്യപാനത്തിൽ എത്തിച്ചു? തന്നെ അപ്പൊ നിങ്ങൾ തന്നെ കാരണക്കാരി ഭർത്താവ് വീണ്ടും മദ്യപാനം തുടങ്ങാൻ? ഞങ്ങള് എന്ന് വെച്ചാൽ ഈ അമ്മ ചെലവിന് കൊണ്ട് തരുമ്പോഴത്തേനും വീട്ടില് എന്നേലും വെക്കും. തൊട്ടതിന് പിടിച്ചതിന് ചിലപ്പോൾ ഭർത്താവ് കൊണ്ടുവരുന്നത് മോൻ കൊണ്ടുവരുന്നത് അമ്മ കഴിക്കുകയില്ല, അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ മോൻ കഴിക്കുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വീട്ടില് തൊട്ടതിന് അവരെ വീട്ടിൽ അവർ തമ്മിലുള്ള അമ്മയും മോനും തമ്മിലുള്ള ഇഷ്യൂ. അത് പോട്ടെ, നമ്മൾ പുറത്ത് നിന്ന പെൺകുട്ടിയല്ലേ. അമ്മ എന്നോട് പറയുന്ന ഒരു കാര്യം, മോൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഞാൻ അവൻ്റെ കുടി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞാലും അമ്മ കേൾക്കുകയില്ല. മോന്റെ കുടി നിർത്തിയാലല്ലേ എനിക്ക് ചെലവിന് തരുള്ളൂ. അമ്മയുടെ കാശുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ വീട്ടിൽ പോയി പറയാൻ പറ്റത്തില്ല. എന്റെ വീട്ടിൽ നമ്മുടെ സ്വന്തം ഭർത്താവിനോടല്ലേ പറയണം, അമ്മായിമ്മയോട് പറയണോ? ഞാൻ ഭർത്താവിനോട് പറഞ്ഞ ഭർത്താവ് കേൾക്കുകയില്ല. പറയാൻ പറയൂ അല്ലേ? അപ്പൊ അമ്മ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്തിടും. വീട്ടിൽ അവൻ എന്നെ ഇങ്ങനെ തുടങ്ങുന്നേ, നിനക്കും അവനും എങ്ങനെ ചെലവിന് തരുന്നേ എന്നും പറഞ്ഞ് അമ്മ തുടങ്ങും. അപ്പം ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ പോകും. അപ്പം ഞാൻ പോയി ചേട്ടനോട് പറയും, കണ്ട അമ്മ പറയുന്ന കാട്ടില്ലേ, നിങ്ങൾ കാണാനല്ലേ ഞാൻ ഇവരാണ് ഇതിന്റെ വഴക്ക് തുടങ്ങിയത്. മാത്രമല്ല 2 അടുക്കളയായിരുന്നു കുറെ നാൾ. 2 അടുക്കളയായിരുന്നു. അവര് ചെലവിന് തന്നിട്ട് ഇവര് 2 അടുക്കള. ഇല്ല, ഞാനാ പറഞ്ഞത് 2 അടുക്കള. അപ്പൊ നിങ്ങളുടെ അടുക്കളയിലേക്കുള്ള സാധനം ആരാ അമ്മ വാങ്ങി തന്നു? രാജേഷ് വാങ്ങി തന്നു. അന്നേരം തരാൻ അറിയായിരുന്നു? അന്നേരം തരാൻ അറിയാം. രാജേഷ് അപ്പം പഠിച്ച കള്ളനാ. എന്ന് വെച്ചാ അന്നേരം ഇപ്പൊ വാങ്ങിച്ചു തരും. അമ്മയുമായിട്ട് മിണ്ടിക്കഴിഞ്ഞാൽ അനങ്ങത്തില്ല, ജോലിക്ക് പോകത്തില്ല. അപ്പൊ നിങ്ങളും അമ്മയും കൂടെ പിണങ്ങി 2 അടുക്കള ആയാലും ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ അമ്മയോട് വാശി പിടിച്ച് 2 അടുക്കളയാക്കി 2 കഞ്ഞി വെച്ച് ഞങ്ങള് കഴിച്ചോണ്ടിരുന്നു. അത് അമ്മയ്ക്കും ഒരു നീരസവാ. കാരണം ഞാൻ വല്ലതൊക്കെ ഉണ്ടാക്കി പറയുക തിന്നുമ്പോൾ അമ്മയും തുടങ്ങും വഴക്ക്. വലിച്ചടയ്ക്കും, എന്തെങ്കിലും പെറുപുറത്തുകൊണ്ടിരിക്കും. അതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കും. ചിലപ്പോൾ മോൻ തിന്നുന്നിടത്ത് നിന്ന് എണ്ണീറ്റ് പോയി അമ്മയുടെ ഇത് കാണണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെലവിന് തരുന്നതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ തുടങ്ങുന്നതെന്ന് ചോദിക്കും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, മോൻ ചെലവിന് തരുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ല, അമ്മ ചെലവ് നടത്തണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മാനോടെ പറയാൻ പറ്റുള്ളൂ, അമ്മ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, നീയല്ലേ നിന്റെ ഭർത്താവിനെ നന്നാക്കണ്ടേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഏത് രീതിയിലാണ് നന്നാക്കണ്ടേ? 2 കഞ്ഞി വെക്കാൻ അമ്മ സമ്മതിക്കുകയില്ല. എന്നാൽ 1 കഞ്ഞി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനിട്ട് ജോലിക്ക് പോകത്തുമില്ല, ഒന്നും കൊണ്ട് തരത്തുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഷിനു എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചോ? ഞാൻ ഇതിനു മുമ്പ് കിറ്റക്സി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു.
അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 6 മാസം ഞാൻ പോയി ജോലി. ഇങ്ങനെ ഒന്നിനും എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ലാത്തതുകൊണ്ട് 6 മാസം പോയി ജോലി ചെയ്തു. അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത് കുഞ്ഞിനെ. അത് കഴിഞ്ഞ് അമ്മ തന്നെ വിളിച്ച് എന്നെ വരുത്തി. 6 മാസം കഴിഞ്ഞപ്പോൾ എടി കൊച്ചിന് ഇതുപോലെ അസുഖമാണ്, പിന്നെ അവൻ വീണ്ടും കൂടി തുടങ്ങി, കൊച്ചിന് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കൊടുക്കാൻ ആരുമില്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്നത്. അത്രയും നല്ലൊരു അമ്മയാണ് അവര്. ഇവനെ ജോലിക്കും വിട്ട് ആ കുഞ്ഞിനെയും നോക്കി അവരുടെ ജോലിയും നോക്കി. ഇവർക്ക് വീട്ടുപണിയെ ഒന്നും അറിയില്ല. അതുവരെ ആ പണി ചെയ്തോണ്ടിരുന്നു, പഠിപ്പിച്ചു. അപ്പം നിങ്ങള് ചിന്തിച്ചിട്ടുണ്ടോ ഇതിനകത്തുള്ള അപാകത? നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ ആര് കാരണമായ പ്രശ്നങ്ങളെന്നൊക്കെ? അല്ലേ? മനസ്സിലാവുന്നുണ്ട്. അതാണ് അത്രയും നല്ലൊരു അമ്മായിയമ്മ നിങ്ങൾക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യം. ഒരു തിരുത്തലിന് ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ കാരണം കൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം തന്നെ തകരുന്നു, അതിനൊരു മാറ്റം വരണമെന്നൊരു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇയാളുടെ മദ്യപാനം നിർത്തിയെന്ന് പറഞ്ഞില്ലേ സാർ. ഞാൻ മദ്യപാനം നിർത്തിയിട്ട് അമ്മയുമായിട്ട് എങ്ങനെയെങ്കിലും കോംപ്രമൈസിന് പോകാൻ വേണ്ടി ഇയാളുമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അതായത് ഭർത്താവുമായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ എന്നും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അമ്മ ചെലവിന് തരുമ്പോൾ അമ്മ ചെലവിന് തന്നു കഴിഞ്ഞാൽ അമ്മ അത് നാളെ എന്ന് പറയും ഞാൻ ചെലവിന് കൊടുത്തിട്ട് അവർ ജീവിക്കുന്നതെന്ന് പറയും. അത് പറയാനുള്ള ഇടയാക്കരുതെന്നേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അമ്മ ചെലവിന് തരുന്നു, അമ്മയെ അത് പറയാറുണ്ട്. ഞാൻ ചെലവിന് തന്നിട്ടാണ് നീ ജീവിക്കുന്നത്, നിന്റെ കെട്ടിയും കൊണ്ടുവന്നിട്ടല്ലോ എന്ന് അമ്മയും പറയാറുണ്ട്. പക്ഷെ അതങ്ങനെ അതൊക്കെ പറയുന്നത് നിങ്ങളെ അമ്മായിമ്മ തമ്മിൽ ഉടക്കൊണ്ടാകുമ്പോഴല്ലേ പറയുന്നേ. അപ്പൊ അങ്ങനെ പറയുമ്പോഴും അങ്ങനെ പറയുമ്പോഴും ഞാൻ ഇദ്ദേഹത്തിനോട് പറയും, അമ്മ അങ്ങനെ പറയും, നമുക്ക് നന്നാവണം, നിങ്ങൾ നന്നാകണം, നിങ്ങൾ നന്നായാലും ഞാനും അതിന് ശ്രമിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അമ്മ പറയും നീ അവളെ വിളിച്ചുകൊണ്ട് വന്ന നീ എവിടെയെങ്കിലും കൊണ്ട് താമസിക്കുന്നു പറഞ്ഞ് ഞാൻ ഇയാളോട് പോവും. എവിടെയെങ്കിലും ഒരു വാടക വീട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇതല്ല ഇതിന്റെ അപ്പുറത്ത് അനുഭവിക്കണ്ടേ? ഇപ്പൊ എന്നല്ല, ഞാൻ വന്ന കാലം മുതൽ അമ്മ ഞാൻ നോക്കുന്നേ. എല്ലാ കാര്യങ്ങളും ഒന്നും അറിയണ്ട, കറണ്ട് ബില്ല്, കേബിള് ബില്ല് ഒന്നും അറിയണ്ട. കുഞ്ഞിനെ നോക്കി വളർത്തി പാചകം ചെയ്തിട്ട് ജോലിക്കും പോയി. ഇത്രയും ഭർത്താവും ഇതേ പണിയാ കാണിച്ചോണ്ടിരുന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിൽ അവര് മാനസികമായിട്ട് ശരീരം തകർന്നൊരു സ്ത്രീയാ അവര്. നിങ്ങൾ അവരെ അങ്ങേറ്റം സ്നേഹിച്ച ആ സ്ത്രീയെ പൂജിച്ച് ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണ്. നിങ്ങളുടെ ഭാഗത്തെ തെറ്റുകൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്നുള്ളൊരു തോന്നലുണ്ടാവുന്നുണ്ടോ? അത് ആ തോന്നലുള്ളത് തന്നെ വലിയൊരു കാര്യം കുട്ടി. അത്രയെങ്കിലും ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങളവിടെ ആ അമ്മ പറയുന്നതെല്ലാം കേട്ട് അമ്മയെ സ്നേഹിച്ച് നിന്നാൽ തന്നെ നിങ്ങളുടെ പകുതി ദുരിതം കുറയും, അല്ലേ? തീർച്ചയായിട്ടും. അതാണ് ഏറ്റവും വലിയ കാര്യം. അയാൾ വീണ്ടും കുടിക്കാൻ തുടങ്ങിയത് എന്താ? സാറ് ചോദിച്ചതിന്റെ കറക്റ്റ് ചോദ്യമാണ്. ആ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ഷമയില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് അസുഖമായപ്പോഴാണല്ലേ ട്രീറ്റ് ചെയ്തതും എല്ലാ സഹായവും ചെയ്തത്? അല്ലേ? പിന്നെ ആരുടെ അമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം നിന്ന് സഹായിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു? സഹായിച്ചല്ല മേഡം, എന്റെ അമ്മയ്ക്ക് അസുഖമായി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോ പുള്ളി ഒരു രാത്രി മുഴുവൻ അവിടെ പോയി കൂട്ടിയിരുന്നു എന്റെ അമ്മയ്ക്ക് വേണ്ടി. അതാ അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം കൂട്ടിയിരുന്നിട്ടുള്ളൂ. അതാ നിങ്ങളുടെ കല്യാണത്തിനൊക്കെ മുമ്പ്? കല്യാണം കഴിഞ്ഞതിന് ശേഷം. അപ്പോഴൊക്കെ അമ്മയുണ്ട്. എന്റെ മോനുണ്ടായി, എന്റെ മോനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മരിക്കുന്നേ. ഇപ്പൊ ഇങ്ങോട്ട് പോരുവാന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ ഒന്നിച്ചൊരു ഫാമിലി എന്നല്ലേ പോരുന്നേ? അപ്പൊ ഇങ്ങോട്ട് പോരുവാന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡ് എന്ത് പറഞ്ഞു? ഹസ്ബൻഡ് പറഞ്ഞു നീ ഏത് കോടതി പോയാലും നീ എന്നെ നാണം കെടുത്തുവല്ല, നീ ഏത് കോടതി പോയാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകുകയില്ല, നീ എന്നെ നാറ്റിക്കുവല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക് ആശുപത്രി കൂട്ടിരുന്നതിന് നിങ്ങൾ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു? ചീത്ത പറഞ്ഞെന്ന് വെച്ചാൽ എന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഞങ്ങളുടെ അവിടെ ആ ചേട്ടൻ വരുന്നു തോന്നുന്നു. ഇഷ്ടമല്ല ചേട്ടൻ വരുന്നു തോന്നുന്നു. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിലൊന്നും വരരുന്നു. അമ്മയ്ക്ക് ആ ഇഷ്ടക്കേട്, അമ്മയുടെ ആ അസുഖത്തിന്റെ ഇടയ്ക്കും അമ്മയുടെ വേദന എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛന്റെ ഈ ദുശീലവും അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടാണല്ലോ ഇങ്ങനെ സ്ഥിരം വീട്ടിൽ വരാൻ തുടങ്ങിയത് നിങ്ങളുടെ കല്യാണം. അപ്പം അവർക്ക് എന്തൊരു വേദനയുണ്ട്. നിങ്ങൾക്കൊരു സ്വസ്ഥമായിട്ടുള്ള ജീവിതം കിട്ടിയോ? അമ്മയോ? അല്ലല്ല, പിന്നെ അതല്ല ആദ്യത്തെ ദിവസം ഹസ്ബൻഡ് പോയത്. ജസ്റ്റ് അവിടെ ചെന്നിട്ട് ഭർത്താവിനോട് അമ്മ ഇഷ്ടക്കേട് കാണിച്ചായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ അമ്മ ഞങ്ങളുടെ അമ്മയുടെ കാര്യമല്ല സാർ പറയുന്നേ, ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഞങ്ങളുടെ അമ്മയെ കാണാൻ പോകുന്നത്. അതാ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞേ, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നിങ്ങൾ എന്തിനാ ചെയ്യാം? അമ്മ ഇപ്പൊ എപ്പോഴും വരുമ്പോ ചോദിക്കും നീ എവിടെയാ, നീ എവിടെ പോയി എന്ന് ചോദിക്കും. അപ്പൊ എന്തെങ്കിലും എന്റെ വീട്ടിലാന്ന് പുള്ളി പറയല്ല, എന്തെങ്കിലും കാണാൻ പറയും.
അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അമ്മയ്ക്ക് ഞങ്ങളുടെ വീടുമായിട്ട് ഇടപെടുന്നൊന്നും ഇഷ്ടമല്ല. അമ്മയ്ക്ക് എപ്പോഴും ഒരു പരാതിയുള്ളൂ, കോളനിയല്ലേ എന്നൊരു പരാതിയുണ്ട്. നീ കോളനിയിൽ നിന്ന് വന്നാലേ നീ രണ്ടാമത്തേന് പറയും നീ കോളനി. അപ്പം അങ്ങനെ ഒരു ഇത് ഞാൻ പറയും, നീ ഒരു കാരണവശാലും എൻ്റെ കുടുംബമായിട്ട് രാഷ്ട്രീയമായിട്ട് ഇടപെടണ്ട, ഒരു കാരണവശാലും അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് എന്നേ ഞാൻ പറഞ്ഞു, അല്ലാതെ എൻ്റെ അമ്മയുമായിട്ടല്ല. ഈ അമ്മായി അമ്മ അവർക്കുള്ള ഈ വസ്തു ഇപ്പൊ നിൽക്കുന്ന താമസിക്കുന്ന വീട് സ്വന്തം വീടല്ലേ, അമ്മയുടെ വീട്? അത് ഈ മകനുള്ളതല്ലേ? ആണല്ലോ. അവൻ എല്ലാം കൊണ്ടും നിങ്ങളെ സേഫ് ആക്കി വെച്ചിരിക്കുന്ന ഒരു അമ്മായിയമ്മ. ആ അമ്മായിയമ്മയുടെ വഴക്കൂടാൻ നിങ്ങൾക്ക് യാതൊരു കാരണങ്ങളും ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. ഉണ്ടോ സാർ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു കാരണങ്ങളും അമ്മയെക്കാട്ടിൽ സ്നേഹവും വാത്സല്യവും നിങ്ങൾ നോക്കണം. ഇനി പോട്ടെ, ഇനി നിങ്ങളുടെ അമ്മായിയമ്മയുടെ നിങ്ങൾ നല്ല സ്നേഹമായി നിങ്ങളുടെ സ്നേഹത്തിൽ എത്തി നിൽക്കട്ടെ. നിങ്ങളുടെ ഭർത്താവിന്റെ ഈ മദ്യപാനം കുറയൂ? ഇല്ല, കുറയത്തില്ല. അതിനകത്ത് വലിയ തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാ ചോദിച്ചു. ഞാൻ നന്നാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഒരിക്കലും കാര്യങ്ങളെല്ലാം ഓടിപ്പോയി അദ്ദേഹത്തോട് അപ്പോഴപ്പോഴും പറഞ്ഞ് അങ്ങേർക്ക് അതൊരു ഇറിറ്റേഷനായി വീട്ടിൽ വന്നാൽ സമാധാനമില്ലെന്ന് പറഞ്ഞാൽ അയാൾ എങ്ങോട്ടങ്ങനെ പോയാൽ മതി എന്ന് തോന്നുന്ന അവസ്ഥയിലെത്തിക്കുക, അല്ലെങ്കിൽ അമ്മയും മകനും കൂടെ വീണ്ടും അടിപ്പിക്കുകയും മദ്യപിച്ച് വന്നു കഴിയുമ്പോൾ ഈ ദേഷ്യവും കൂടെ വെച്ച് അമ്മ അനാവശ്യം പറയും, നിങ്ങൾ അനാവശ്യം പറയും. ഇതാണോ എന്ന് കാരണമെന്നാ ചോദിക്കും. ആണല്ലേ? ഞാൻ പറയാറുണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു ഉള്ളത്, ഞാൻ പറയാറുണ്ട്. അല്ല അതന്നെ, അത് അങ്ങനെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഭർത്താവിനോട് പറഞ്ഞ് അതിനെ പക്വതക്കുറവ് കാര്യഗൗരവം ഇല്ലാഞ്ഞിട്ടും സംഭവിച്ചു പോയതാണ്. അപ്പൊ ഇനി എന്താ ആവശ്യം? ഇപ്പം എനിക്ക് ഇനി ആവശ്യം അമ്മയെ ഏതായാലും ബുദ്ധിമുട്ടിക്കല്ലെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അമ്മ ഇത്ര കാലം ചെലവിന് തന്നു. അമ്മയുടെ പേര് കേസ് വല്ലതും കൊടുത്തിട്ടുണ്ടോ എവിടെങ്കിലും? ഇല്ല.